ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് വല്ല കാര്യമുണ്ടോ? ഞങ്ങളാരും തല്ലിക്കൊല്ലല്ല, ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടുകാരി മരം മുറിച്ചവരെല്ലാം ഞങ്ങളുടെ അടുക്കുമ്പോഴാണ് അത്. സ്വന്തം വീട്ടിൽ കിടന്നുറക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി. കാട്ടുകാരിട്ടാണ് ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. സാധാ പോലീസുകാരാണല്ലോ കുത്തുമോലെ ഇപ്പോൾ ഉള്ളത്. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റി? നാലാളെ കൊണ്ട് ഇത്രയും ഒറ്റ ഡിപ്പാർട്ട്മെന്റുള്ളവർ ഒന്നും പറയണ്ടേ? ഞാനിപ്പോ കുത്തുമല വന്ന് നടക്കുവാണ്. ഒരു വീട്ടിൽ നിന്ന് മനോട് ഇറങ്ങണ്ടേ? ഈ പകലല്ലേ? വീണ്ടും ഇവിടെ ഞങ്ങൾ രാവിലെ തൊട്ടേ വന്ന് നിൽക്കുന്നതാണ്. രാവിലെ അത് അയാളെ ആന ചവിട്ടിക്കൊന്ന ഭാഗത്തേക്ക് ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരാളും വന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവർക്കാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവര് ഈ പറയുന്ന പോലെ ഇവര് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നടപടിയെടുക്കൂ സർക്കാരെ. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഒരിഞ്ച് പോലും പുറകോട്ടില്ല. നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. മാനന്തവാടിയുടെ പ്രതിഷേധം. നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. പേപ്പർ നോക്കി ഈ ഡിപ്പാർട്ട്മെന്റുള്ളവർ ഒന്നും പറയണ്ടേ? ഞാനിപ്പോ കുത്തുമല വന്ന് നടക്കുവാണ്. ഒരു വീട്ടിൽ നിന്ന് മനോട് ഇറങ്ങണ്ടേ? ഈ പകലല്ലേ? വീണ്ടും മിറ്റത്ത് നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? എവിടെ എവിടെ വനം വകുപ്പ്? മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവന് പുല്ലുവില. മനുഷ്യജീവനെ എടുക്കുന്ന സർക്കാരെ. നടപടിയെടുക്കൂ സർക്കാരെ. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഒരിഞ്ച് പോലും പുറകോട്ടില്ല. ഒരിഞ്ച് പോലും പുറകോട്ടില്ല. നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. മാനന്തവാടിയുടെ പ്രതിഷേധം. മാനന്തവാടിയുടെ പ്രതിഷേധം. നിലവിൽ മാനന്തവാടിയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് മാനന്തവാടിയിലേക്ക് കാട്ടിൽ നിന്ന് മാന വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കർണാടകത്തിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതിഭീകരമാണ്. ഇന്ന് ആന നാട്ടിലിറങ്ങിയതിനു ശേഷം മിനിറ്റുകൾക്കകം ഒരാളെ കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ രൂപത്തിലേക്കുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ഇതൊക്കെ കിലോമീറ്ററുകൾക്കകത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോൾ മാനന്തവാടി പട്ടണത്തിനകത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം സർവകക്ഷി എന്നുള്ള രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.